ഇന്നിപ്പോൾ 2 കൊട്ടയായിട്ട് ഇറങ്ങിയത്. ഇത് നമുക്ക് കുറച്ച് തക്കാളി പറിക്കാനും വലിയ കൊട്ട എടുത്തത് കുറച്ച് പച്ച പപ്പായ പറിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോളി ഹൗസിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ പപ്പായ മരമൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായി. മരമൊക്കെ ഒന്നുകൂടെ ഹൈറ്റ് വെച്ചിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ദിവസമായി അതിന് പപ്പായ ഇല്ലേനു. അപ്പോൾ പിന്നെ ഇതാ നല്ല ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലൊക്കെ ഇതുണ്ട്, തണ്ടൊക്കെ കുറേ വാടിയതൊക്കെ ഉണ്ട്. മരം നല്ല ഹൈറ്റ് ആയില്ല ഞങ്ങളെ. നമ്മൾ ആദ്യം ഇതാ ഇവിടുന്നൊക്കെ പറിച്ച് ചെയ്തു, മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു. പിന്നെ കുറേ ഇപ്പോൾ പപ്പായൻ്റെ വീഡിയോയും ചെയ്തിട്ട് നമ്മൾ പോളിയോസ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ഒക്കെ ഇതിന് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ മുകളിലത്തെ ഷീറ്റിൽ UV ഷീറ്റിൽ ഷെയ്ഡ് വന്നുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇത് ഹൈറ്റ് വെച്ചിട്ടോ. കുറച്ചുകൂടെ വെളിച്ചം കിട്ടായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ പൊന്തിയതാണ്. അതിലൊക്കെ ഉണ്ടോ ഇപ്പോൾ കുറച്ച് പപ്പായ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തീരെ ഇല്ലേനു. അപ്പോൾ ഞങ്ങൾ തൈകൾ മാറ്റാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് പിന്നെ കുറേ പൂക്കളൊക്കെ വന്ന് അതിലിപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഉണ്ട്. ഈ മരങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചാണ്. ഇതാ ഞാൻ പഴുത്തൊന്നുണ്ട്, ഒന്ന് കുറച്ച് ചെനപ്പുള്ള ഒന്നിന് നോക്ക് താഴെ വീണ് എത്തിന് മാറ്റണ്ടല്ലോ. അത് വേറെ ഒന്നുമുണ്ട്. ഇതായിട്ടില്ലേന് മറ്റേ ഇത് കുറച്ചും കൂടെ ആവുന്ന വെച്ച് ഇന്ന് ഇതും കൂടെ പറിക്കാന്ന് വിചാരിച്ചേന്. താഴെ വീണ് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, അധികം പഴുക്കാത്തോണ്ടല്ലേ. ഇപ്പൊ അത്ര ഹൈറ്റും താഴെ വീഴുമ്പോൾ എന്തായാലും പൊട്ടിപ്പോയിന്. ഇതൊന്ന് മാറ്റിക്കട്ടെ. ഇതും പറിക്കാൻ വെച്ചതേനൊന്ന്. അപ്പൊ ഞാനേ ഇത് ഹൈറ്റ് വെച്ചോണ്ട് നമ്മള് കോണി കൊടുന്നു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാൻഡും കൊടുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മരം കൂടി ചെരിഞ്ഞു പോകും. നമുക്ക് ഇത് ബാരലുണ്ട്. ഇതിലൊന്നും ഇപ്പം നമ്മൾ കൃഷി ചെയ്യാത്തത് കുറേ മുന്നേ പയറൊക്കെ ചെയ്തിട്ടതാട്ടോ. വേറെ ഒന്നുമല്ല, UV ഷീറ്റ് ക്ലീൻ ചെയ്യാണ്ട്. അപ്പം ഞങ്ങൾ ഈ കാപ്പിവരയുടെ തിരക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്റ്റാൻഡും വേണം. അതിന് മുകളിൽ കയറിയിട്ട് ഇതിന് കമ്പിയിൽ ചവിട്ടി നിന്നിട്ട് വേണം കേട്ടോ. മുകളിൽ കമ്പി ചവിട്ടിയിട്ട് ഇങ്ങനെ പൈപ്പിൽ വെള്ളം വിട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ മോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ച് കളയണം. എന്നാൽ വെളിച്ചം കിട്ടാതെ ഇതിൽ കൃഷി ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്ക് കയറി പറിക്കണമെങ്കിലേ ഈ ബാരലിൽ കയറി നിന്ന് നോക്കാം. ആദ്യമൊക്കെ താഴേന്ന് കിട്ടിയ റെഡ് ലേഡി അപ്പം പൊന്തിപ്പോയി. ഇതിപ്പോൾ റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. നമുക്ക് മുറിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഇത്ര ഹൈറ്റ് ഒന്നുമുണ്ട് ചേർത്തെ. വേറിയൊക്കെ കൊണ്ടുപോയിച്ചേക്കണ വേറില്ല. ഉപ്പേരിക്കായതുകൊണ്ട് നമുക്ക് മേലെന്ന് എടുക്കണം. ഇതിലാ കുറച്ച് ഹൈറ്റ് കുറവ് കിട്ടും ഞങ്ങളെ. മറ്റേലാണെങ്കിൽ ഇപ്പോൾ നല്ല ഉണ്ട് ആ ഫസ്റ്റത്തേലൊക്കെ, പക്ഷെ എത്തൂല. നല്ല ഉപ്പേരി കറണ്ടേ, നല്ല കറണ്ട്. ഒന്നുകൂടെ പറിച്ചാലോ? എന്തായാലും പഴുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ബിയൊക്കെ എന്തായാലും ബിയ കുറേ സൈനോട് ആ ചെനപ്പുള്ളത് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കഴിക്കൂല, ഉറപ്പായിക്കും നല്ല പഴുക്കട്ടെ അറിഞ്ഞ നല്ല കഴിയല്ല. കറ ഇളകിയിട്ട് വഴുക്കുക കൈ. അയ്യ കിട്ടുന്നില്ല. കിട്ടി ഇതുവരെ. ഞാൻ നീളത്തുനിന്ന് വേണേ ഒന്ന് പറിക്കാം. ഏതായാലും കയറിയല്ല ഇതിൻ്റെ ഈ ഉണക്ക ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അത് പോയാൽ തന്നെ വൃത്തിയാ. നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇതിന്. നമ്മൾ വലിച്ചാണ്ട് ഉണങ്ങിയാച്ച് പോരുന്നില്ല. ഇതങ്ങനെ ഉറപ്പുണ്ടതാ. ഇതൊക്കെ അത്യാവശ്യം ചെനപ്പായിട്ടുണ്ടാവും. ചെനപ്പെല്ലാം അങ്ങനെ മൂപ്പായിട്ടുണ്ടാവും. ഉപ്പേരിക്ക് പറ്റൂല. ഇപ്പൊ ഇറങ്ങട്ടെ കേട്ടോ. നല്ല കറ. ഇവിടെ കൈ ഇങ്ങനെ ആയിട്ട് വഴുക്കി പോയിട്ട് പറിക്കാൻ കിട്ടുന്നത്. നീളം വേണോ? നീളം ഇതിമുണ്ട്. ഇത് പറിച്ചാലോ? ഇതോ ഇപ്പുറത്ത് നോക്ക്, ഇതിലുണ്ട്. പക്ഷെ ഇത് എത്തുന്നറിയാ. അതോ ഈ കണ്ണ് കുത്തി കൊടുത്ത് നിലത്തേക്ക് വേണ്ടിട്ട് പൊട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാരലെടുത്ത് തന്നെ കയറിക്കോളാം. നിങ്ങൾക്കൊക്കെ ഈ റെഡ് ലേഡി ഇങ്ങനെ താഴെന്ന് പറിച്ച് ശീലമായിട്ടേ റിസ്ക് എടുക്കാൻ വയ്യ അല്ലേ? കയറി നിൽക്കണമെങ്കിൽ പണി ചേർത്തേ. അയ്യോ ഇതാ നോട്ടെ. ഇത് നോക്കി വേറെ ടൈപ്പ് ഇതിന്മേ. ഇല്ലല്ല ഇത് കണ്ണിലെത്തിയോ? വേണ്ട, ഇത് നീളനാ ശരിക്ക്. ഇതിപ്പോ ഉണ്ടായത് നോക്ക്, റൗണ്ടും വരുന്നത് നോക്ക്. 2 ടൈപ്പ് ഇപ്പഴാണ് വന്നിട്ടത്. ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഇല്ലേനു. ഇതും മറ്റേ ശരിക്കും റൗണ്ട് ആയിട്ടുണ്ട്. ഇത് നീളന ഒരു മറ്റേ 2 ഐറ്റാ. അതെന്തായാലും ഒരുമിച്ച് പഴുക്കുകയാണെങ്കിൽ നമുക്ക്
പറിക്കുന്ന കറക്റ്റ് വീഡിയോ ചെയ്യണം കേട്ടോ. ഇത് ആയിട്ടുണ്ടോ? കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇത് മതി. ഇനി നമുക്ക് ഇതെങ്ങോട്ട് വാ. ഇതിലൊക്കെ ഉണ്ട്. അത് ആ മരത്തിലൊക്കെ, ആ മരം മറ്റേ പോയി നിങ്ങളെ കേട്ടോ, ലാസ്റ്റിലുള്ള ചെപ്പൊക്കെ കരുത്തായിട്ട് വരുന്നുണ്ട്. പഴുത്ത എന്തായാലും ബിയക്കുള്ള സാധനമായി ഇടവ്. അപ്പൊ ഇതാ 3 നമ്മൾ പച്ച ഉപ്പേരിയും ഈ കറിയൊക്കെ എന്തായാലും കറിയും വെക്കൂല്ലേ, രണ്ടുമായിട്ട് നമ്മൾ 3 പറിച്ചിട്ടുണ്ട്. ബിയമോൾക്കുള്ള നല്ല പഴുത്തൊന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണി തരാം. നിങ്ങളെ ആ തക്കാളി നമ്മൾ ഇതിന് മുന്നേക്കെ വിളവെടുപ്പ് കാണിച്ചതാണ്. അപ്പോൾ ആ തക്കാളി ശേഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് ചെറിയ കുറേ തക്കാളി പറിച്ചിട്ടുണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. നമ്മളിത് മുന്നേക്കെ ഇതിൽ ചെണ്ടുമല്ലി അട്ടപ്പളൊക്കെ കാണിച്ചു കൊടുത്തില്ലേനോ, അന്ന് നമ്മൾ ചെയ്താണ്. ഇതാ ഇങ്ങനെ ഡ്രിപ്പായിട്ട് അട്ടത്തിൽ നനയ്ക്കുന്നത്. അവിടെ കളമുളക്കിലൊക്കെ കുറേ കുറവുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി പറിക്കാം. തക്കാളി ഉള്ളത് പുറത്താണ്. വാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തക്കാളി. വലിയ നോട്ടൊന്നും നോക്കിയിട്ടില്ല, എന്നാലും ഇഷ്ടം പോലെ തക്കാളി കിട്ടുകയും ചെയ്ത്. ഇതാ തലവരെ ഉണ്ട്. ഇതിനും മാറ്റി നടാനായിട്ടോ. അപ്പോൾ ഉള്ളത് മൊത്തത്തിൽ നമുക്കിന്ന് പറിച്ചെടുക്കാം. അതാണ് വലിയ വലുപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ പറിച്ച സമയത്ത് നല്ല വലുപ്പമുള്ള തക്കാളിയായിരുന്നു. ഇപ്പോൾ കണ്ടോ ഒക്കെ ചെറുതാ. കുഞ്ഞുങ്ങളെന്നാൽ ഇവിടെ തന്നെ തുടങ്ങല്ലേ. പറിച്ചെടുക്ക്. ചെറിയ തക്കാളിയാ. ഇതൊക്കെ നമുക്ക് വീണിട്ടുണ്ട്. അല്ല, ഇതിന് ഈ തൈകൾ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് വഴുതന ഇട്ട് കൊടുക്കണം. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ആവശ്യത്തിന് ഇതിന് ധാരാളം കേട്ടോ. പക്ഷെ ഇതൊരു തക്കാളി കൃഷി ചെയ്തതിൽ ആദ്യമായിട്ടാണ് വിലയുള്ള സമയത്ത് നമുക്ക് തക്കാളി ഉണ്ടായത്. അപ്പോൾ കുറച്ച് വില കുറഞ്ഞാലും നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ തക്കാളി ഉണ്ട്. ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കൊക്കെ നമുക്ക് തക്കാളി കുറച്ച് കൊടുക്കാം. ഇത്രയും ദിവസം നമ്മൾ വില ആയതുകൊണ്ട് നമുക്ക് തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് പുറത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കിട്ടും. വലിയ പരിചരണം കാര്യമൊന്നും ഇതാക്കില്ല. നമ്മൾ തൈകളൊന്ന്, ഇത് പിന്നെ പടുമുളയല്ല കേട്ടോ, ഇതുമ്മ നട്ടു കൊടുത്താ. നമുക്ക് അധികം തക്കാളി പടുമുള ഉണ്ടാവില്ല. പക്ഷെ പടുമുള പോലെ ചെയ്ത പോലെ തന്നെയാണ്. വലിയ ശ്രദ്ധയും കാര്യമൊന്നും കൊടുത്തില്ല. നനയ്ക്കും ചെയ്യും. സ്ലറി ഒന്ന് നമ്മൾ മുകളിലൂടെ അങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തു. ഈ ഗ്യാപ്പിലൂടെ ഒക്കെ സ്ലറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തായാലും വഴുതന നടുമ്പോഴത്തേക്കും ഒരു റൗണ്ടും കൂടെ പറിക്കാണ്ടാവും കേട്ടോ. പച്ചയൊന്നും പറിക്കില്ല. അത്യാവശ്യം പഴുത്ത് തുടങ്ങിയതും നല്ല പഴുത്ത് മാത്രം പറിച്ചെടുക്കുക. നാളെയൊക്കെ നമ്മുടെ ഫാമിലെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് തക്കാളി ഉണ്ടോ കേട്ടോ. എന്തായാലും ഇത് നമ്മളെ ആവശ്യത്തിൽ കൂടുതലൊക്കെ തക്കാളി ഉണ്ട്. അപ്പോൾ നമുക്കിതാ ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും നല്ല അത്യാവശ്യം പഴുത്തതും പഴുപ്പായി വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫാമിൽ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇനി തക്കാളിയും കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ നിർത്തുക.